السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قل لا أسألكم أجرا إلا المودة بالقربى أو كما قال رسول الله صلى الله عليه وسلم. എൻ്റെ സ്റ്റേജിൽ എന്നോടുകൂടി ഉപവിഷ്ടരായ സയ്യിദ് മുഹമ്മദ് തങ്ങൾ കണ്ണൂർ ഉൾപ്പെടെയുള്ള മുഴുവൻ സാദാത്യങ്ങളായി എൻ്റെ പ്രിയ സുഹൃത്തും പണ്ഡിതനുമായ വാത്സ സക്കാഫി ഉൾപ്പെടെയുള്ള മറ്റ് ആലിമീങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, വിശിഷ്യ ഇന്ന് ഹിഫ്ദിൻ്റെ സനദ് വാങ്ങിയ ഹാഫിദീങ്ങളായ യുവ സുഹൃത്തുക്കളെ, മറ്റ് മുത്താലിമീങ്ങളായ സഹോദരന്മാരെ, ഇത് വളരെ പ്രധാനപ്പെട്ടതും മഹത്വമേറിയതുമായ ഒരു സദസ്സാണ്. ഒന്ന്, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന സീതന്മാരുടെ കബീലകളിലുള്ള പ്രധാനപ്പെട്ട കബീലയായ ജമലുൽ ലൈലി, ആ കബീലയിലുള്ള മഹാനായ സയ്യിദ് ഉമർ ജമലുൽ തങ്ങൾ മഹദിയായ അവരുടെ ഭാര്യയും മറപ്പെട്ട് കിടക്കുന്ന ഈ പരിശുദ്ധമായ സ്ഥലത്ത് അവരുടെ ഉറൂസിൻ്റെ സമാപന ദിവസമാണ്. അതേ സമയത്ത് അവർ എത്രമാത്രം സ്നേഹിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്തുവോ ആ സ്ഥാപനമായ ഹിഫ്ദിൻ്റെയും ശരീഅത്ത് കോളേജിൻ്റെയും ആ സ്ഥാപനങ്ങളിൽ നിന്ന് വളർന്നു വന്ന ഹാഫിദീങ്ങളും വിദ്യാർത്ഥികളും ആലിമീങ്ങളുമുള്ള മജ്ലിസാണ് ആ കുട്ടികൾക്ക് ഇപ്പോൾ ബിരുദം നൽകിയതുമാണ്. ഞാനിപ്പോൾ ദുആ ചെയ്യുന്നത് ആ ഹാഫിദീങ്ങളായ യുവാക്കളായ ആ വിദ്യാർത്ഥികളുടെ ഹാഫിദുകളുടെ ഖൽബുകളിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു അവരുടെ അന്ത്യം വരെ, അന്ത്യശ്വാസം വരെയും മറക്കാതെ അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമുള്ള ക്ഷീണിതനാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്നും ശരിക്കണക്ക് മുമ്പത്തെ മാതിരി കാണുന്നില്ല. കാഴ്ച ശക്തി പ്രമേഹം കൊണ്ടുള്ളത് കൊണ്ട് അതിന് ചികിത്സയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ സയ്യിദന്മാരുള്ള മജ്ലിസായതുകൊണ്ട് അവർക്ക് ദ്വാരന്നാൽ കാഴ്ച അല്ലാഹു ശക്തി നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അഹ്ലു ബൈത്ത് എന്നുള്ളത് അത് ഖിയാമം നാൾ വരെയുള്ള, ഞാനത് വിശദമായി പറയുന്നില്ല, എനിക്കെല്ലാം കൂടി പറയാനുള്ള ആവേശം കൽപ്പിലുണ്ടെന്നും താക്കത്തില്ല. കാരണം അത്രയും സയ്യിദന്മാർ എൻ്റെ കൂടെ ഇവിടെ ഉള്ളത്. അൽഹംദുലില്ലാഹ് വളരെയേറെ സന്തോഷിക്കുന്നു. ഒരു അഹ്ലു ബൈത്തിന്റെ കോൺഫറൻസ് എന്ന് തന്നെ പറയാം. മിനി കോൺഫറൻസ്, വലുതല്ല. മിനി കോൺഫറൻസ് എന്ന് പറയാൻ കാരണം നമ്മൾ സ്റ്റേജിലും കൊണ്ടല്ലോ ഓനെ. അപ്പോ ഞങ്ങളെ പാരമ്പര്യം എന്നുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ബത്തല ഇബ്രാഹിം റബ്ബഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ ഖാല വമിൻ ദുരിയതി ഖാല ലാ യനാലു അഹ്ദുൽ വാലിമീൻ. വിശുദ്ധ ഖുർആൻ.
ഞാൻ എന്നും ഓർക്കുകയാണ്. 970 ഞങ്ങൾ പള്ളി ആദ്യമായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മഹാനായ ശംസുൽ ഉലമ ഓതിയ ആയത്താണ്. മുഴുവൻ ആലിമ്യങ്ങളുള്ള സദസ്. ചാപ്പനങ്ങാടി മനസ്സിലാത്, വടകര മുഹമ്മദ് തങ്ങൾ, പാണക്കാട് പൂക്കായ തങ്ങളൊക്കെ ഉള്ള സദസ്സിലാണ് മുപ്പത് ഓതിയ ആയത്താണ്. അത് ഞാൻ ഓർമ്മ വന്നു. അപ്പം അതിലെന്താണ് ഇബ്രാഹിം ചില കലിമത്തുകളെ കൊണ്ട് നബിതങ്ങളെ മഹാനായ ഇബ്രാഹിം നബി അള്ളാഹു പരീക്ഷിച്ചു. പരീക്ഷയിൽ വിജയിച്ചു. പരീക്ഷ എന്താണ്? ഒന്ന് ആ തീക്കൊണ്ടത്തിലേക്ക് എറിഞ്ഞത് തന്നെ നമ്രൂദ് അള്ളാഹു രക്ഷപ്പെടുത്തി. വളരെ സുന്ദരനായി, വളരെ AC പോലെ ചൂടും. ഇബ്രാഹിം നബിക്ക് ആ തീകൊണ്ടത്തിന് ചൂടുമല്ല തണുപ്പുമല്ല. ഇപ്പൊ നമുക്ക് അതാണ് AC എന്ന് പറയും. ആ നിലക്കെല്ലാം ശീതളമായ അവസ്ഥ അള്ളാഹു നൽകി. വളരെ വലിയ പരീക്ഷണം. രണ്ടാം പരീക്ഷണമാണ് ആ ചെറിയ പിഞ്ചോമന മകനായ മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാനുള്ള കൽപ്പന. ഈ 2 കൽപ്പനയും പൂർത്തിയാക്കി ആ പരീക്ഷയിൽ വിജയിച്ചപ്പോൾ അള്ളാഹു കൊടുത്തു, എന്നെ സമുദായത്തിന് നേതാവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞത് പോരാ. ഖാല വമിൻ ദുർരിയത്തി, എന്റെ പരമ്പരയിലും നേതൃത്വം ഉണ്ടാകണം. അപ്പൊ അള്ളാഹു അക്രമികളല്ല, അല്ലെങ്കിൽ തമ്മാടിത്തരമുള്ളവരല്ലാതെ നല്ലവരായ നിന്റെ പരമ്പരയിൽ ആ സ്ഥാനം ഞാൻ നിലനിർത്തുമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. അതങ്ങനെ വന്ന് ഇസ്മായിൽ നബി വഴി, ഇസ്ഹാഖ് നബി വഴി, ഈസാ നബി വഴിയായി വന്ന് നമ്മുടെ നബി ഹബീബ് നബിതങ്ങളിലേക്കും തങ്ങളിൽ നിന്ന് ഞങ്ങളിലേക്കും എല്ലാത്തിനും ഇബ്രാഹിം നബി എല്ലാത്തിനും റസൂലുള്ളാഹിക്ക് സലാത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം കുടുംബത്തിനും ബർക്കത്തിന് വേടുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം കുടുംബത്തിനും എന്ന് വരുന്നത് ആ കുടുംബത്തിന്റെ തണയെന്നാണ് ഒറിജിനൽ സയ്യിദ് സാദാത്ത് തുടങ്ങുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അത് മഹാനായ നിബിധങ്ങളിലേക്ക് എത്തുകയും തങ്ങളിൽ നമുക്ക് നിൽക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ അല്ലാഹു ഉണർത്തുകയാണ്, അവരെ എന്തെന്നില്ലാതെ ശുദ്ധീകരിക്കലാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. മാലിന്യങ്ങളിൽ നിന്ന് അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഏതെങ്കിലും നിലക്കുള്ളതും ഉണ്ടെങ്കിലും ഹബീബാ നബിതങ്ങളെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ ജാഹ് ബർക്കത്ത്, അവിടുത്തെ ഇസ്സത്ത് കൊണ്ട് അള്ളാഹു അത് മായ്ച്ചു തരും. എന്നാലും അഹ്ലു ബൈത്താകുന്ന നാം നമ്മളാരാണ് എന്ന ബോധമുണ്ടാകും. ആ സ്വഭാവം, ആ ഇസ്സത്ത്, അത് അങ്ങേ തലത്തിൽ നിൽക്കുന്ന ഹബീബാ നബിതങ്ങളിലേക്ക് ചേരുന്നതാണെന്ന ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ സ്വഭാവത്തിന്, നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ തഖ്വയില്, നമ്മുടെ ദീനീയ ഖിദ്മത്തിന്, നമ്മുടെ ദഅവാ പ്രവർത്തനത്തിന് എല്ലാം അത് പോയി ചേരുന്നത് ഹബീബാ നബിതങ്ങളിലേക്കാണെന്ന് മനസ്സിലാക്കണം. നബിതങ്ങളുടെ പാരമ്പര്യം, അവിടുത്തെ അഹ്ലു ബൈത്ത്, അവിടുത്തെ ആല് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു സ്വത്തവകാശം കിട്ടും പോലെ, ഒരു ഉപ്പാന്റെ സ്വത്ത് മക്കൾക്ക് കിട്ടും പോലെ നബിതങ്ങളിൽ നിന്ന് അഹ്ലു ബൈത്തിന് കിട്ടുന്നത് എന്താണ്? അത് അവിടുത്തെ സ്വഭാവവും അവിടുത്തെ സംസ്കാരവും അവിടുന്ന് നമുക്ക് ദീനിനെ കാണിച്ചു തരുന്ന പ്രവർത്തനങ്ങളും ദഅവയും ഇൽമും ഇതെല്ലാം താജുല്ലുമ്മ എപ്പോഴും പറയും, നമ്മളോടൊക്കെ പറയും, നമ്മളെ പാരമ്പര്യം, നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ അവകാശമൊക്കെ ഇൽമാണ്. അത്രയും എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഇൽമിനെ ബഹുമാനിച്ച, സ്നേഹിച്ച ഒരു പണ്ഡിതനെ ഞാൻ കണ്ടിട്ടില്ല. ഇവർ പണ്ഡിതന്മാരായ ആലിമീങ്ങളാണ്. അതുകൊണ്ട് പറയാമല്ലോ, ഒരു ദിവസം ഞാൻ പോകുമ്പോൾ അല്ലേ
11 മണിക്ക് എനിക്കറിയാം 11 മണിയാകുമ്പോൾ വരും ദർസ് കഴിഞ്ഞ്. അപ്പൊ അവിടെ വലിയൊരു പണ്ഡിതൻ വന്ന്, ഞാൻ പേര് പറയുന്നില്ല, അപ്പൊ വന്നപ്പോ മുൻദേശീയമല്ല, മുമ്പ് എന്തോ ഒരു ചെറിയ ദേശീയമുണ്ട്. അപ്പൊ എല്ലാം ഒന്ന് വസീലയാക്കി. ഞാൻ മുപ്പര വിണ്ണപ്പന് പറഞ്ഞു, തങ്ങളിലെ ദർസിലിന് തങ്ങൾക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്, നിങ്ങളൊന്ന് ഇടപെടണം. അങ്ങനെ വന്ന് മൂപ്പര് കയറിയ പാട്ട് മൂപ്പര മുമ്പേ നോക്കിയില്ല, എന്നെ നോക്കിയ പുതിയ എപ്പോഴെപ്പോഴാ വന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ എന്താ അർത്ഥം, ഇയാളെ ഇവിടെ ഞാൻ വരുമ്പോ ഇവിടെ ഉണ്ട്. അതിനുള്ളിൽ കയറി മൂപ്പര് ദേഷ്യം പോയാല് പെട്ടെന്ന് എണീച്ചിട്ട് സ്വിച്ച് ഇടും, അപ്പൊ മനസ്സിലാക്കണം ദേഷ്യം പോയി. അങ്ങനെ വന്നിരുന്നു. പിന്നെ രണ്ടാമത് എണീച്ച് സ്വിച്ച് ഇട്ട്. ആ സ്വിച്ച് ഇടുന്നത് എന്തിനാണ്? ഖാദിമിന് വരാൻ, ചായക്ക്. ദേഷ്യം പോയില്ല. എന്നിട്ട് ചോദിച്ചാ എന്താ നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ് നിങ്ങൾ റാത്തീബുമായിട്ട് ഇങ്ങനെ കൂടുക? നമ്മളെ ദർസല്ലേ ഈ ഭാഗത്തെല്ലാം ഉണ്ടായ വലിയ വലിയ ദർസുകൾ, നിങ്ങൾ എന്താ ഇപ്പൊ റാത്തീബുമായിട്ട് നാട്ടിൽ? എൻ്റെ ഉദ്ദേശം, ഞാൻ കഥ പറയല്ല, നമ്മുടെ ആലിമീങ്ങൾക്കൊരു അനുഭവത്തിന് പറയാണ്. താജുൽമ പറഞ്ഞത് എൻ്റെ ഹയാത്തിൽ, എൻ്റെ അന്ത്യശ്വാസം വരെ ദർസിലായി മരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് മഹാനായ താജുൽമ ഒരു മാതൃകയാണ്, മനസ്സിലാക്കണം. എന്നിട്ട് അവസാനായി മരണത്തിന് 7 ദിവസം മുമ്പ് വരെ അവസാനം ഒരു സബക്ക് നടത്തി. എന്നിട്ട് കുറച്ച് മൈരാമാർ 2-3 വന്ന് എൻ്റെ പെരക്ക് ഞാൻ വെച്ചെന്താ റാത്തുണ്ടാകുന്നു, ദർസ് നടത്തിയത് ആ ഒരു സബക്ക് നടത്തിയതാണ്. ഞാൻ ഉള്ളാളത്ത് പോയി, മൂപ്പര് ക്ഷീണിച്ച സമയമാണ്. മൂപ്പര് എണിച്ച് ഞാൻ മൂത്രിച്ച് വരട്ടെന്ന് കസാലിരുന്നപ്പോൾ ഞാൻ താഴെ, അല്ല നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാനവിടെ അല്ല എനിക്ക് സംസാരിക്കാനുണ്ട് പറയാൻ അവിടെ. അന്ന് ഞാൻ അടുത്തിരുന്ന് കസാരയിൽ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ച അക്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ക്ഷീണിതനാണ്. ഞാൻ പറഞ്ഞു ദർസ് നടത്താൻ കുറച്ച് ശക്തി ഉണ്ടെന്ന് തോന്നുന്നല്ലോ, അതിന് റാഹത്തിൻ്റെ പ്രാപ്തി ഒന്നും കഴിഞ്ഞില്ല. അല്ല ഞാൻ പറഞ്ഞു ഇന്നലെ 2 മുത്താലിമീങ്ങൾ വന്നിരുന്നു, അവരോട് ചോദിച്ചപ്പോൾ ഉസ്താദ് ഒരു ദർസ് ഒരു സബക്ക് നടത്തി എന്ന് പറഞ്ഞു. അപ്പൊ എന്തെന്നില്ലാതെ സന്തോഷം പ്രകാശിക്കുന്ന, അങ്ങനെ പറഞ്ഞു. അതാണ് ദർസ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കട്ടാക്കുന്നില്ല, നേരെ ഹബീബായ നബിതങ്ങളിൽ നിന്ന് നമുക്കുള്ള പാരമ്പര്യം, സയ്യിദന്മാർക്കുള്ള പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഹബീബായ നബിതങ്ങളിൽ നിന്നുള്ള സ്വത്തവകാശം നമുക്ക് ഇൽമ. അത് നൽകി അല്ലാഹുവിനെ നമ്മൾ വളരെ എന്തെന്നില്ലാതെ നമ്മൾ നന്ദി രേഖപ്പെടുത്തും. അല്ലാഹു കൂട്ടത്തിൽ പെടുത്തല്ല. ഞാൻ സുദീർഘമായി പറയല്ല. അങ്ങനെ മഹാനായ ഇവിടെ കിടക്കുന്ന സയ്യിദ് അടക്കം അവർ ഉപ്പാപ്പായ സയ്യിദ് കടലുണ്ടിലുള്ള സയ്യിദ് മുഹമ്മദ് ജമലലി തങ്ങൾ, ഇവരൊക്കെ വലിയ ആലിമീങ്ങളും ആരിഫീങ്ങളും സൂഫികളും ഒക്കെയാണ്. അവരൊക്കെ കാണുമ്പോൾ നമ്മളെക്കാളും കാണുമെങ്കിലും വളരെ സത്തുള്ള സാധനങ്ങളാണ്. നല്ല ഡ്രസ്സ് ജയിക്കും, നല്ല മട്ടത്തിലുണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും, പഞ്ചായത്തിക്കും നേതൃത്വം എല്ലാത്തിലും ഉണ്ടാവും. പക്ഷേ അവർ വലിയ സൂഫികളും വലിയ അവസ്ഥ, കാരണം അവരിൽ ഓടുന്ന രക്തത്തിൽ ഹബീബായ മുത്തനബി തങ്ങളുടെ അംശങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അതിലുപരിയായി ബീവിമാർ, നമ്മൾ ആണുങ്ങളെ ആയിരിക്കും ബഹുമാനിക്കുക, സയ്യിദ് തങ്ങൾ ഇതൊക്കെ പറഞ്ഞു. ബീവിമാരെയോ അവർക്ക് ഡബലായി വളരെ മനസ്സിലാവും. അപ്പൊ അവരെ ആദരിക്കുക, ഉറൂസ് എന്നൊക്കെ ഉള്ളത് അവരുടെ സ്മരണ. അപ്പൊ ഉറൂസിന് പരിപാടി വെച്ചത് കൊണ്ടല്ല അത്തരം ഒരു മത് പറയാൻ ചാൻസ് ഉണ്ടായത്. അപ്പൊ അനുസ്മരണം എന്നുള്ളതാണ്. ആ അനുസ്മരണം വഴിയായി നമുക്ക് നേടാനുള്ളത് അവിടെ അള്ളാഹ് വിശുദ്ധ ഖുർആനാണ് നമ്മുടെ കുട്ടികൾ ഇപ്പൊ ഇഫ്ത് ചെയ്ത വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമിന് അള്ളാഹു പറഞ്ഞ 3 കാര്യം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ,
മൂന്ന് അവിടെ പറയുന്നു. ഒന്നെന്താ? യാ ആമനു, നമ്മൾ തന്നെ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ. ഇത്തഖുള്ള, അല്ലാഹുവിനെ വഴിപ്പെടണം, അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. മൂന്ന്, രണ്ട് പോരെ. ഒരാൾ മുഅ്മിനായി അല്ലാഹുക്ക് തഖ്വ ചെയ്ത് നേരെ സ്വർഗ്ഗത്തിൽ പോകാൻ. പിന്നെന്താ മൂന്നാമത്തെ ഒന്ന്? മൂന്നാമത് അല്ലാഹു പറയുന്നു പോരാ, നിങ്ങൾ സജ്ജന സമ്പർക്കം നിങ്ങൾക്ക് വേണം. അതാണ് ഹയാത്തിലായാലും മരണശേഷമായാലും അവരുമായുള്ള അടുപ്പം നമ്മൾ ബന്ധുകൊണ്ടിരിക്കുന്നു. ഹയാത്തിൽ ഔലിയാക്കന്മാർ, നമ്മുടെ ഉസ്താദന്മാർ, വലിയ വലിയ സാധാത്യങ്ങൾ, അവരൊക്കെ ഇടക്കിടക്ക് കണ്ടുകൊണ്ട് വരും. അപ്പോഴാണ് ആ കറണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, കറണ്ട് വന്ന് ഇവിടെ ഉണ്ടാവും, പക്ഷെ നമുക്ക് പാസ് ചെയ്യില്ല. നമ്മൾ ഇവിടെ അടുത്ത് നടക്കില്ല. എന്നാൽ നമ്മൾക്ക് കർണാടകയിൽ നിന്നാണ് വരുന്നത്. ജോഗ് പാലസ് എന്ന് പറഞ്ഞാൽ സിമുഗാങ് ജാഗ് പാലസിൽ നിന്നാണ് കറണ്ട് ഉണ്ടായി ഇവിടെ വരുന്നത്. ആ വലിയ വെള്ളച്ചാട്ടത്തിൽ അതൊക്കെ വന്ന് ഇവിടെ നിറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ സ്വിച്ച് ഇട്ടാലേ നമുക്ക് ഉപകാരം കിട്ടും. അല്ലേ? സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, സ്വിച്ച് ഇട്ടാൽ ഫാൻ ഉണ്ടാവും. ഇതുപോലെ തന്നെ സാലിഹീങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവൽ നിന്നുള്ള ഹിദായത്തിന്റെ വഴികൾ നമ്മളിലേക്ക്. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, കുറേ ചരിത്രങ്ങൾ പറയാനുണ്ട്, അധികം പറയാൻ എനിക്ക് സമയമില്ല. ഒരു ഉദാഹരണം ഒന്ന് മാത്രം പറയാം, നമുക്കൊക്കെ അറിയുന്നതാണ്. മഹാനായ അമ്പംകുന്നിൽ ബീരാ മുസ്ലിയാർ, ബീരാനൗലിയ, അജ്മീർ ഫക്കീർ, അവരിങ്ങനെ പോയി അജ്മീറിൽ ഇരുന്ന് കുറെ ഇങ്ങനെ ബാത്ത് ചെയ്ത് സൂഫികൾ അങ്ങനെ വന്നു. എന്നിട്ട് നിങ്ങൾക്കറിയില്ലേ, പൊട്ടച്ചിറ ബീവി ഒരു ബ്രാഹ്മൺസിയായ പെണ്ണാണ്. ബ്രാഹ്മണത്തെ നമ്മളുടെ പൊട്ടത്തി എന്ന് പറയും. അമുസ്ലിമാണ്. അവർക്കെന്തോ അസുഖമാണല്ലോ. അപ്പം ഉപ്പരെടുത്ത് വന്ന് വെള്ളം മന്ത്രിച്ചു കൊടുത്ത് ഇനിയും പാന്ന് പറഞ്ഞ് പിന്നെയും കൊടുത്ത്, പിന്നെയും പാന്ന് പറഞ്ഞ് പിന്നെയും കൊടുത്ത് സുഖമായപ്പോ വന്നിട്ട് പറഞ്ഞു ആ സുഖാസം ഇനിയും പാന്ന് പറഞ്ഞു, പിന്നെയും വന്നു. കുറച്ച് കഴിയുമ്പോ അവളിലേക്ക് അല്ലാഹു ഹിദായത്തിന്റെ വഴി കൊടുത്തു. അവർ ഇസ്ലാമിലേക്ക് വരുന്നു. ഇസ്ലാമുക്ക് വന്നു എന്ന് മാത്രമല്ല, മുസ്ലിമത്തായി എന്ന് മാത്രമല്ല, ഉടനെ കൊടുത്ത് വിലായത്തിന്റെ അധികാരം. പൊട്ടച്ചിറ ബീവി നിങ്ങൾക്ക് പോയാൽ പട്ടാമ്പിൽ കാണാം. നമ്മളൊക്കെ പോയതാണ്. അവർ ഹയാത്ത് കാലത്ത് ഞാൻ പോയിരുന്നു, മീരാനവലിയുടെ ഹയാത്ത് കാലത്ത് പോയി. ഇപ്പൊ ഇവിടെ കോളേജൊക്കെ ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ധൈര്യം, ഒരു തെളിവ്. അപ്പൊ അവരുമായുള്ള സ്വാലിഹീങ്ങളും വിശിഷ്ട സാദാത്യങ്ങളും നമ്മുടെ ഉസ്താദന്മാരെ പോലെയുള്ള ഉന്നതന്മാരായ ആലിമീങ്ങള് അവരൊക്കെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് സിയാറത്ത് ചെയ്തുകൊണ്ടും ഹയാത്തുള്ളപ്പോ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ അവരിൽ നിന്നുള്ള പ്രഭ നമ്മളിലേക്ക് എത്തും. നമ്മളുടെ ദോഷങ്ങൾ അള്ളാഹു മാറ്റിക്കളയും. അവിടെ ഹിദായത്തിന്റെ പ്രകാശം അള്ളാഹു നമ്മുടെ കൽബിലേക്ക് നൽകും. അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം എന്നുള്ള നമ്മളെ കടമയാണ്. അഹ്ലു ബൈത്താണ് സയ്യിദന്മാർ എന്നുള്ള നിലയ്ക്ക് ആ ഇസ്സത്ത്, ആ പാരമ്പര്യത്തിന്റെ ഇസ്സത്ത് നിലനിർത്തണമെന്നും ഹബീബ നബി തങ്ങൾക്ക് വ്യസനമുണ്ടാകുന്ന ഒരു തെറ്റും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നതും നാം മനസ്സിലാക്കണമെന്ന് എൻ്റെ നഫ്സ് അടക്കം ഞാൻ ഉണർത്തുകയാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ സയ്യിദന്മാർ അവിടെ ബഹുമാനിക്കുന്ന ഭാഗങ്ങളാണ്. ആ പാരമ്പര്യം അല്ലാഹു നിലനിർത്തി തരട്ടെ. പിന്നെ പല ഭാഗങ്ങളിലും ഇപ്പൊ പുതിയ ആശയങ്ങളൊക്കെ വരുന്നുണ്ട്. ആ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പിന്നെ കുറെ ഞാൻ ഈ സദസ്സിൽ ഒരു ഉണർത്തലാണ്. അത് വേണ്ട, പിഴച്ച വാദങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മറ്റൊന്ന്, രണ്ടാമത്തത് ഇവിടുത്തെ സ്ഥാപനം. നേരത്തെ പറഞ്ഞു ഇവരെ വാപ്പ തങ്ങൾ അവർ ഉദ്ദേശിച്ച വലിയ സ്ഥാപനമാണ് ഇൽമും ഖുർആൻ. ആ ഇൽമിന്റെ സ്ഥാപനം നടക്കുന്നു, അവർ പഠിക്കുന്നു, ബിരുദമെടുക്കാൻ പോകുന്നു. അധികം ആസിമികളാണ് എന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു. വളരെ ദൂരമാണെങ്കിലും പോയി ഇവിടെ ഈ കുട്ടികൾ പഠിക്കുന്നല്ലോ. നല്ല നിലക്ക് ബാദ്ഷാഹ് നേതൃത്വത്തിൽ നീങ്ങുകയാണ്. സ്ഥാപനത്തിന് നിന്ന് നിലനിർത്തി തരട്ടെ. എന്നാ കാണണ്ട, ഈ നിലച്ചതൊന്നും കണ്ട എന്നേക്കാളും വളരെ ചെറുത ഞാൻ വയസ്സഞ്ഞായി പോയില്ല. ഏതായാലും അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അങ്ങനെ ഇൽമിന്റെ സ്ഥാപനം നന്നായി മുന്നോട്ട് പോകുന്നു. അതുപോലെ ഹിഫ്ളിനും പോകുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹിഫ്ള് വളരെ പ്രധാനമാണ്.
അത് വളരെ സൂക്ഷ്മതയോടുകൂടി നിലനിർത്തണം. ഹിഫ്ള് അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇടക്കിടക്ക് ഓതിക്കൊണ്ട് പോകണം. എല്ലാം കൂടി ഇപ്പം അങ്ങനെയുണ്ട്. ഒരു ബിരിയാണിക്ക് അരിയിട്ടും ഇറച്ചിയിട്ടും കുറേ മസാലയും ഉണ്ട്. അതുപോലെ പയ്യൻ നോക്കുമ്പോൾ എന്തോ ഇല്ല എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് സ്കൂളുണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട്. അവസാനം നോക്കുമ്പോൾ ഹിഫ്ള് ഇങ്ങനെ വിട്ടുപോയി. ഹിഫ്ള് ഇങ്ങനെ നമുക്ക് മദീനത്തും മക്കത്തൊക്കെ പോയാൽ കാണാൻ സാധിക്കും. കുറച്ച് കുട്ടികൾ ആടിക്കൂടുണ്ടാവും. അതിൻ്റെ അർത്ഥം അവർ ഹാഫിളീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുന്നോടൊക്കെ ഇങ്ങനെ ആട്ടം. അതെന്താണ്? അവർ ഓതിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ കോഴിക്കോട് പോകുന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾ ആലപ്പുഴ പോകുന്നുണ്ടെങ്കിലും നിങ്ങളെ വണ്ടിയിൽ നിങ്ങൾ ഓത്ത് നടന്നുകൊണ്ടേയിരിക്കും. യാത്രക്കാർക്ക് ശല്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓതിക്കൊണ്ടേയിരിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ യാത്രയ്ക്ക് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർപ്പ് വന്നു. മഹാനായ എല്ലാം കൊണ്ടും മാഫിലാണ് മഹാനായ ഷാഹുൽ ഹമീദ് തങ്ങൾ. കേട്ടില്ല? നൂറുൽ ഉലമാന്റെ ഉസ്താദാണ്. താജുൽ ഉലമാന്റെ എൻ്റെ അമ്മോശനാണ്. അമ്മാവൻ ഖലീൽ തങ്ങളെ പാപ്പയാണ്, ഉമ്മാന്റെ പാപ്പ. മൂപ്പർക്ക് ഒരേ ആണുള്ളൂ. അതെന്റെ പെങ്ങളെയാ. ചെറിയ കല്യാണം. തങ്ങളുടെ വാപ്പയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ പോക്കും വരുത്തൊക്കെ ഉണ്ട്. ഹാഫിളാണ് സയ്യിദ് ഷാഹുൽ ഹമീദ്. ഇപ്പൊ അറിയാം, നിങ്ങൾ അവിടെ പള്ളി കടലുണ്ടിരിപ്പോ ഇന്നിടക്ക് കിട്ടിയില്ല. അതെ, ആ പള്ളി അതിന്റെ മുമ്പിലായിരുന്നു മൂപ്പറ വീട്. റോഡിന്റെ അപ്പുറം അദ്ദേഹം ഷാഹുൽ ഹമീദ് തങ്ങൾ കെട്ടിച്ച പള്ളിയാണ്. അത് പൊളിച്ചിട്ടാണ് ഇപ്പൊ വലുത്. മൂപ്പര് ഞാൻ ഒരു ദിവസം പോയപ്പോൾ താമസിച്ച് പെങ്ങളുടെ വീടല്ലേ. രാത്രി 3 മണിയാകുമ്പോൾ മൂപ്പർ എണീച്ചു. ഞാനിങ്ങനെ കിടക്കുക. മൂപ്പര് ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയി മൂപ്പർ ചോറ് കൊടുത്ത് വന്ന് തജ്ജൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ലൈറ്റ് കിടന്ന് ഞാൻ കിടക്കുകയാണ്. മൂപ്പർ ലൈറ്റ് ഇട്ടിട്ടുമില്ല. എനിക്ക് ചേർത്തണ്ടാവില്ല, ചെറിയ ലൈറ്റ്. അങ്ങനെ ഖുർആൻ തുടങ്ങി. എന്തോ ഒരു ആനന്ദകരമായ ഖുർആനാണ്. തഹജ്ജുദൊക്കെ നിസ്കരിച്ചിങ്ങനെ തുടങ്ങി. 3 മണിക്ക് സ്വബി വിരിച്ചേരി പള്ളിയിലെ അവിടെയാണ് 30 ആ ബാങ്ക് കേൾക്കുന്ന 30 വയസ്സുകാലത്താണ് ഞാൻ പറഞ്ഞത്. ബാല്യക്കാരനൊക്കെ അറിയണം നല്ലൊരു. പിന്നെ ആ ആഗ്രഹത്തിൽ ഇപ്പൊ പറഞ്ഞല്ല, ആ മാധുര്യം, ആ ടേസ്റ്റ് പിടിച്ചത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. രാത്രി ഇല്ലെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം പോയിട്ട് രാത്രി അവിടെ താമസം. ഈ ഓത്ത് കേൾക്കാൻ വലിയ ആലിമാണ്, എൽമുള്ള ആളാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ഷെയ്ഖാണ്, ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഇനി എത്ര പഠിക്കുന്നുണ്ടെങ്കിലും ഹിഫ്ള് മറക്കാതെ സൂക്ഷിക്കണമെന്ന് നിങ്ങളോട് ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. നിങ്ങളൊക്കെ സമുദായത്തിലുള്ള വാഗ്ദാനങ്ങളാണ്. ഞാനിപ്പോൾ ആ ഭാഗത്തും സംസാരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വല്ല സ്ഥലത്തും വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോഴാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്താ? നമ്മളെ കൊല്ലലും നമ്മളെ അടിക്കലൊന്നുമല്ല. പള്ളിക്ക് കല്ലെറിയുക, പൊളിക്കുക, മുസാഫിനെ കത്തിക്കുക, ഖുർആൻ ശരീഫിനെ കത്തിച്ച് കളയുക. ഇതാണ് നടന്നല്ലോ പലതും. ബാബിൻ മസ്ജിദിന്റെ സമയത്തൊക്കെ നടന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇനി ലോകത്തിലുള്ള മുഴുവൻ മുസാഫിനെ ശത്രുക്കൾ കത്തിച്ച് വെണ്ണീറാക്കി കഴിഞ്ഞാലും നിങ്ങളെപ്പോലെയുള്ള ഹാഫിളീങ്ങളെ ഖൽബിൽ അല്ലാഹു വിശുദ്ധ ഖുർആൻ നിശ്ചയിപ്പിച്ചിരിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതാണ് നിങ്ങൾക്കുള്ള. അതുകൊണ്ട് വളരെ നല്ല മജ്ലിസാണ്. ഇൽമിന്റെ ഒരു ഭാഗം ശരീഅത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതേസമയത്ത് ഹിഫ്ള് നിലനിർത്തുന്നു. അതേസമയത്ത് സയ്യിദുമാർ അവിടെ സാദാത്യങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവരും അവരുടെ ഭാര്യ ഇവിടെ പുറപ്പെട്ടു കിടക്കുന്നു. കുടുംബങ്ങൾ ഇവിടെ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നു. അള്ളാഹു നിലനിർത്തട്ടെ. അവരെ സഹായിക്കുക. അവർക്കല്ല, ഈ സ്ഥാപനത്തെ സഹായിക്കുക. ഇവർ നാളെ വളർന്നു വരുമ്പോൾ നാളത്തെ ഖാദിമാരും ഖതീബന്മാരും മുദർരിസുമാരും ഈ സമുദായത്തിന്റെ ആത്മീയ നേതാക്കളും ഈ പഠിക്കുന്ന ശരീഅത്ത് കോളേജിലെ കുട്ടികളായിരിക്കുമെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം.
എന്നിട്ട് അവിടെ വളർത്താൻ വേണ്ടി, ഈ സ്ഥാപനത്തിന് നിലനിർത്താൻ വേണ്ടി ഇവിടെയുള്ള സയ്യിദന്മാർക്ക് സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.